ഭഗവാന്റെ സന്നിധിയിൽ നിന്നും ഔദ്യോഗിക ജീവിതത്തിൽ എന്നും പകർത്താൻ കഴിയുന്ന വലിയ പാഠങ്ങളാണ് ലഭിച്ചതെന്ന് ശബരിമല ADM ഡോക്ടർ അരുൺ എസ് നായർ. എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു. ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി നടത്താൻ സാധിച്ചു എന്നാണ് വിശ്വാസമെന്നും അരുൺ എസ് നായർ പറഞ്ഞു. അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 2 മാസം നീണ്ടുനിന്ന മണ്ഡലകാലം പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. എന്തായാലും ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തിയിരുന്നു. ഓരോ ദിവസവും അങ്ങനെ വലിയ രീതിയിലുള്ള ഭക്തജന പ്രവാഹം ഉണ്ടായിരുന്നു. അങ്ങനെ കാര്യമായ പരാതികൾ ഇല്ലാതെ മുന്നോട്ട് പോകുന്നു ഒരു സാഹചര്യം തന്നെയായിരുന്നു. തുടക്കത്തിൽ വലിയ ആശങ്കകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ശബരിമല ADM ഡോക്ടർ അരുൺ എസ് നായരാണ് നമുക്കൊപ്പം ചേരുന്നത്. എന്തായാലും ഒരു ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം അത് തന്നെയല്ലേ ഇത്? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഔദ്യോഗിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും വളരെ ചുരുക്കം പേർക്ക് മാത്രം കിട്ടുന്ന ഒരു അവസരമാണ് ശബരിമല ADM ആവുക എന്നുള്ളത്. അപ്പോൾ അതെൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെയൊരു പോസ്റ്റ് കിട്ടി. ഇവിടെ സേവനം അനുഷ്ഠിക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ 2.5-3 മാസക്കാലത്തോളമായിട്ട് ഇവിടെ വരുന്ന ഭക്തർക്ക് ഗവൺമെൻറ് എന്നുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് സേവനം ലഭ്യമാക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യവും ഒരു യോഗവുമായിട്ട് കണക്കാക്കുന്നു. വിവിധ വകുപ്പുകളുടെ ഒരു ഏകോപനം അതുതന്നെയായിരുന്നു അങ്ങയുടെ ഒരു പ്രധാനപ്പെട്ട ചുമതല. മുൻ വർഷങ്ങളിലൊക്കെ തന്നെ ആ ഒരു ഏകോപനം ഇല്ലായ്മയായിരുന്നു പല പ്രശ്നങ്ങൾക്കും കാരണം. ഒരു പ്രശ്നമുണ്ടായാൽ അത് കൃത്യമായി ഇടപെട്ട് പരിഹരിക്കുക എന്നുള്ളതായിരുന്നല്ലോ ഒരു പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നത്. നമുക്കിപ്പോൾ ഇവിടെ ദേവസ്വം ബോർഡ് ഉൾപ്പെടെ ഏകദേശം 30ഓളം സർക്കാർ വകുപ്പുകളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസ്ട്രിക്റ്റ് പ്രവർത്തിക്കുന്നത് പോലെ തന്നെയാണ് ഇവിടുത്തെ എല്ലാ വകുപ്പുകളും ചേർന്ന് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏകോപനമാണ് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ ഭംഗിയായി നിർവഹിക്കാൻ സാധിച്ചു എന്നുള്ളൊരു അഭിമാനത്തിലാണ് ഇവിടെ നിന്ന് പോകുന്നത്. യാതൊരു തരത്തിലുള്ള ആക്ഷേപങ്ങളോ അല്ലെങ്കിൽ പരിഭവങ്ങളോ ഒരു ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലും ഉണ്ടായിരുന്നില്ല. കൃത്യമായിട്ട് ഏകോപനം നടത്താൻ സാധിച്ചു. അതിൽ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ വലിപ്പച്ചെറുപ്പം ഇല്ലാതെ തന്നെ കൃത്യമായിട്ടുള്ള ഏകോപനം ചെയ്യാൻ സാധിച്ചു. അതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള യൂസ് അല്ലെങ്കിൽ ഉപയോഗം എന്ന് പറയുന്നത് ഇവിടെ വരുന്ന സാധാരണക്കാരായിട്ടുള്ള ഭക്തർക്ക് സുഗമവും സുരക്ഷിതവുമായിട്ടുള്ള ഒരു ദർശനം സാധ്യമാക്കി എന്നുള്ളതാണ്. ഇവിടെ വന്ന ഏറ്റവും അവസാനത്തെ ഭക്തന് പോലും സുരക്ഷിതമായിട്ടുള്ളൊരു ദർശനം സാധ്യമാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒരുമിച്ച് ചേർന്നൊരു ടീം വർക്കായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ അങ്ങയുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു ടീം എല്ലായിടങ്ങളിലും നമ്മൾ കാണുന്ന പലയിടങ്ങളിലും അങ്ങയും ഒരു കൂട്ടം യുവാക്കളും അങ്ങനെ സന്നിധാനത്തൊരു ചുറുചുറുക്കോടെ ഇങ്ങനെ എല്ലായിടത്തും എവിടെ ഒരു പ്രശ്നമുണ്ടായാലോ അത് രാത്രിയോ പകലൊന്നുമില്ല അങ്ങനെ ഓടി എത്താൻ സാധിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു എനിക്ക് ഇവിടെ കിട്ടിയ ഏറ്റവും വലിയൊരു സപ്പോർട്ട് മെഷീനറി ആയിരുന്നു എമർജൻസി ഓപ്പറേഷൻ സെൻറ്റേഴ്സിലെ യുവാക്കളെന്ന് പറയുന്നത്. അതിൽ തന്നെ ഒരു കൂട്ടം യുവാക്കൾ രാവും പകലും വ്യത്യാസമില്ലാതെ ഒപ്പം നടന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ധൈര്യവും അതുപോലെ തന്നെ ഒരു മോട്ടിവേഷനും തന്നു എന്നുള്ളതാണ്. അത് പമ്പയിലായിക്കോട്ടെ, നിലയ്ക്കലായിക്കോട്ടെ, സന്നിധാനത്തായിക്കോട്ടെ ഏത് സമയവും അവരേത് തരത്തിലുള്ള ഒരു സർവീസും തരാൻ റെഡിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ നടക്കുന്ന എല്ലാ വിവരങ്ങളും ഒരു കണ്ണും കാതുമായിട്ട് പ്രവർത്തിച്ചത് അവർ തന്നെയാണ്. അപ്പോൾ അതിലൂടെ നല്ല സൗഹൃദങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അത് ഒരുപാട് ഭാഗ്യമായിട്ട് കാണുന്നു. അതോടൊപ്പം തന്നെ ഈ ഭഗവാന്റെ ഒരു അനുഗ്രഹം ഇപ്പം നേരത്തെ പറഞ്ഞവരൊക്കെ തന്നെ പറഞ്ഞ പോലെ ഒരു ഭഗവാന്റെ ഒരു കൃത്യമായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു ഭഗവാന്റെ ഒരു അനുഗ്രഹം തന്നെയല്ലേ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്? തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ഏതൊക്കെ മെഷീനറീസാണ് അല്ലെങ്കിൽ ഏതൊക്കെ വകുപ്പുകളാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇപ്പോൾ ഏകദേശം 50 ലക്ഷത്തിന് മുകളിൽ തീർത്ഥാടകർ ഇവിടെ ഈ കഴിഞ്ഞ 60-70 ദിവസം കൊണ്ട് ഇവിടെ വന്നു. അപ്പോൾ വളരെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളാണ് നമുക്കറിയാവുന്നത് പോലെ തന്നെ ഇവിടെയുള്ളത്. ഒരു കാനന ക്ഷേത്രമായതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പരിമിതികളുമുണ്ട്. പക്ഷേ വളരെ സുഗമമായിട്ട് വരുന്ന ഭക്തരെല്ലാം തന്നെ തൊഴുതു മടങ്ങുന്നു എന്നുള്ളത് നമ്മുടെ ഒരു അധ്വാനത്തിന് പുറമെ ഒരു ദൈവ അനുഗ്രഹം എന്നുള്ളത് കൂടി തന്നെയാണ്. ഒരു അദൃശ്യമായിട്ടുള്ളൊരു ശക്തി തീർച്ചയായിട്ടും ഇതിന് നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഒപ്പം നമ്മുടെ ഒരു അധ്വാനം കൂടി വരുമ്പോൾ പൂർണ്ണതോതിൽ വിജയത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. വ്യക്തി ജീവിതത്തിലേക്ക് ഒരുപാട് അനുഭവങ്ങൾ കൈമുതലാക്കിയാണ് ഈ ഒരു ഉത്തരവാദിത്വം പൂർണ്ണമാക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ 4ാമത്തെ വർഷം മാത്രമാണിത്. ഇതിനു മുൻപുള്ള വലിയ ചുമതല എന്ന് പറയുന്നത് സബ് കളക്ടർഷിപ്പ് ആയിരുന്നു ഇടുക്കിയിൽ. അപ്പോൾ അതിനുശേഷം കിട്ടിയ ഒരു വലിയ ഒരു അവസരമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കിട്ടിയ അല്ലെങ്കിൽ സ്വാംശീകരിച്ചിട്ടുള്ള അറിവുകളും അനുഭവങ്ങളും തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുള്ള ഔദ്യോഗിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും വലിയ മുതൽക്കൂട്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവിധ ആശംസകളും സമിശ്രണം. ഏതായാലും ഏറ്റവും പ്രധാനമായി വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം അത് കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനമായി ഈ ഒരു മണ്ഡലകാലത്ത് നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച. ഏതായാലും ഭംഗിയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം കഴിഞ്ഞു എന്നതാണ് മറ്റൊരു സവിശേഷതയായി എടുത്തു പറയേണ്ടത്. ADM-നെ കണ്ട വാർത്തയാണ് നമ്മൾ കണ്ടത്. ഇന്ന് അരുൺ കൊടുങ്ങൂർ സ്പെഷ്യലാണ്. അരുൺ കൊടുങ്ങൂർ ദേവസ്വം ബോർഡ് അരുൺ എന്ന് പറയുന്ന ADM-ന്റെ കാര്യം പറയുന്നുണ്ട്.
ഈ ഔദ്യോഗിക ജീവിതത്തിൻ്റെ 4ാം വർഷമാണിത്. ഇതിൽ തന്നെ ഈ ഭഗവാന്റെ സേവനം നൽകാൻ കഴിയുക എന്ന് പറയുന്നത്, ഭഗവാനെ സേവിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ട് കാണുകയാണ്. അതിപ്പോൾ ADM-ന് മാത്രമല്ല, അവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും. നമ്മൾ ആദ്യം പുത്തമ്പുലൂർ തുടങ്ങിയ സമയത്ത് അവിടെ ഈ പണി ചെയ്യുന്ന ആളുകൾ വരെ പറയുന്നുണ്ട്, വെള്ളം തളിക്കുന്നവർ തന്നെ പറയുന്നുണ്ട്, അവിടേക്ക് എത്തുവാൻ, അതെ, ആ നടയിലേക്ക് എത്തുവാൻ കഴിയുക എന്നുള്ളത് മഹാഭാഗ്യമാണ്. അയ്യനെ സേവിക്കാൻ കഴിയുക എന്നുള്ളത് മഹാഭാഗ്യം തന്നെയാണെന്ന്.